നമസ്കാരം. ലോകം മുഴുവൻ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഈ സമയത്ത് ലോകകപ്പിൻ്റെയും ഫുട്ബോളിൻ്റെ തന്നെയും പഴയ കാലത്തെ സംബന്ധിച്ച ഒരു ചെറു വിവരണമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മറ്റു പല സ്പോർട്സ് ഇനങ്ങളെയും പോലെ ഫുട്ബോളിൻ്റെയും തുടക്കം ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു. ഇംഗ്ലണ്ടിലെ വ്യാവസായിക മേഖലയിലെ മുൻനിരക്കാരുടെയും ഉടമകളുടെയും മറ്റു പണക്കാരുടെയും പ്രധാന വിനോദോപാധി എന്ന് പറഞ്ഞാൽ അത് ക്രിക്കറ്റ്, റഗ്ബി, കുതിരസവാരി തുടങ്ങിയവയായിരുന്നു. എന്നാൽ ഫാക്ടറി തൊഴിലാളികളുടെയും അവിടെയുള്ള സാധാരണക്കാരുടെയും വിനോദം എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ ആയിരുന്നു. 1848 ട്രിനിറ്റി കോളേജിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ വെച്ച് ഫുട്ബോൾ എങ്ങനെ കളിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടു. ഇതിനായി 16 നിയമങ്ങളും നിലവിൽ വന്നു. 1855 ഉരുക്ക് വ്യവസായ മേഖലയായ ഷെഫീൽഡ് പട്ടണത്തിൽ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ പേരാണ് ഷെഫീൽഡ് FC. പിന്നീട് FA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദ ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിക്കപ്പെട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ആധിപത്യമുള്ള മുഴുവൻ രാജ്യങ്ങളിലും ഫുട്ബോളിന് വലിയ പ്രചാരം ലഭിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വികാസം കൊണ്ട് ലോക രാജ്യങ്ങൾക്ക് ഇൻഡയറക്റ്റായി ലഭിച്ച ഒരു അനുഗ്രഹമാണ് ഫുട്ബോൾ എന്ന കളി. 1896 പ്രഥമ ആധുനിക ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഒരു മത്സര ഇനമായിരുന്നു. എന്നാൽ അതൊരു ഔദ്യോഗിക ഇനമായിരുന്നില്ല. 1904 7 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഫുട്ബോൾ അസോസിയേഷനുകളുടെ പ്രതിനിധികൾ യോഗം ചേർന്ന് ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയ്ക്ക് രൂപം നൽകി. ഫെഡറേഷൻ ഇന്റർനാഷണൽ ദ ഫുട്ബോൾ അസോസിയേഷൻ, ഫിഫ എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ സംഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ തന്നെ മുഴുവൻ അംഗരാജ്യങ്ങളുടെയും ഒരു ആഗോള മത്സരവേദിയായി ഒരു ലോകകപ്പ് അവർ വിഭാവനം ചെയ്യുകയും അത് നിയമാവലിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 1914 ഒളിമ്പിക്സ് ഫുട്ബോളിൻ്റെ നടത്തിപ്പ് ചുമതല ഫിഫയ്ക്ക് ലഭിച്ചു. 1924 28 ഉറുഗ്വേ ഒളിമ്പിക് ഫുട്ബോൾ ചാമ്പ്യന്മാരായി. ഈ ഒളിമ്പിക്സുകളിൽ ഫുട്ബോളിന് ലഭിച്ച വലിയ ജനപ്രീതി ഒളിമ്പിക്സിന് പുറത്ത് മറ്റൊരു ലോക ടൂർണമെന്റ് എന്ന ഫിഫയുടെ പഴയ ആശയം പുനരുജ്ജീവിപ്പിക്കാൻ കാരണമായി. 1928 ആംസ്റ്റർഡാമിൽ ചേർന്ന ഫിഫ കോൺഗ്രസ് 1930 ഒരു ലോക ഫുട്ബോൾ മത്സരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ലോകകപ്പ് എവിടെ വെച്ച് നടത്തും എന്നതായിരുന്നു പിന്നീടുള്ള പ്രതിസന്ധി. അവസാനം എല്ലാ ചർച്ചകളും എത്തി നിന്നത് ഉറുഗ്വേയിലായിരുന്നു. കാരണം തൊട്ട് മുമ്പുള്ള 2 ഒളിമ്പിക്സുകളിലും ഉറുഗ്വേയായിരുന്നു ചാമ്പ്യന്മാരായിരുന്നത്. മാത്രമല്ല 1930 ഉറുഗ്വേയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികവുമായിരുന്നു. ഫുട്ബോളിലെ പ്രമുഖരായ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉറുഗ്വേയിലെ മോണ്ടിവിഡോയിലെത്താനുള്ള ദൂരവും യാത്രാ ചെലവുമായിരുന്നു പിന്നീടുണ്ടായ പ്രതിസന്ധി. യാത്രാ ചെലവ് മുഴുവനായും തങ്ങൾ വഹിക്കാമെന്ന് ഉറുഗ്വേ പറഞ്ഞിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ വഴങ്ങുകയുണ്ടായില്ല. കാരണം ആഴ്ചകൾ നീണ്ട കപ്പൽ യാത്രയും തുടർന്ന് മത്സരങ്ങളുടെ ദിവസങ്ങളും ഉൾപ്പെടെ ഏതാണ്ട് 2 മാസത്തോളം സ്വന്തം രാജ്യങ്ങളിലെ മത്സരങ്ങളിൽ നിന്നും ഈ കളിക്കാർക്ക് വിട്ടുനിൽക്കേണ്ടിയിരുന്നു. അതിനാൽ തന്നെ ഈ കളിക്കാരെ വിട്ടു നൽകുവാൻ മിക്ക രാജ്യങ്ങളും തയ്യാറായില്ല. പിന്നീട് ഫിഫ പ്രസിഡന്റ് യൂൾസ് റിമയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ ടീമുകളെ അയക്കാൻ തയ്യാറായത്. യൂറോപ്പിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറായ ഏക പ്രമുഖ രാജ്യം ഫ്രാൻസ് മാത്രമായിരുന്നു. 13 ടീമുകളാണ് ആദ്യ ലോകകപ്പിൽ മത്സരിച്ചത്. അതിൽ 9ഉം അമേരിക്കൻ വൻകരയിൽ നിന്നുള്ളവരായിരുന്നു. യോഗ്യതാ മത്സരങ്ങളൊന്നുമില്ലാതെ നടന്ന ഏക ലോകകപ്പും ആദ്യത്തെ ലോകകപ്പ് മത്സരമായിരുന്നു. അതിൽ ആതിഥേയരായ ഉറുഗ്വേ അർജന്റീനയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. രണ്ടാമത്തെ ലോകകപ്പ് നടന്നത് ഇറ്റലിയിലായിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ വെച്ച് നടന്ന ആദ്യ ലോകകപ്പിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പിൻവാങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരൊറ്റ ലാറ്റിൻ അമേരിക്കൻ രാജ്യവും പങ്കെടുക്കാതെയാണ് രണ്ടാമത്തെ ലോകകപ്പ് നടന്നത്. അഥവാ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേ പോലും ഇല്ലാതെയാണ് രണ്ടാമത്തെ ലോകകപ്പ് മത്സരം നടന്നത്. രണ്ടാമത്തെ ഈ ലോകകപ്പിലായിരുന്നു റേഡിയോയിലൂടെ ഫുട്ബോൾ മത്സരത്തിൻ്റെ തത്സമയ വിവരണം ലോകം ആദ്യമായി ശ്രവിച്ചത്. 1934 ഇറ്റലിയിൽ നടന്ന ലോകകപ്പ് ഫാസിസത്തിൻ്റെ ആഘോഷമായിട്ടാണ് നടത്തിയത്. 1936 ബെർലിൻ ഒളിമ്പിക്സും 34 ലോകകപ്പ് ഫുട്ബോളും മുസോളിനിയും ഹിറ്റ്ലറും
നാസിസ്റ്റ് ഫാസിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണത്തിനായിട്ടാണ് ഉപയോഗിച്ചത്. 1938 ലോകകപ്പ് ഫ്രാൻസിൽ വെച്ചാണ് നടന്നത്. ഓരോ ലോകകപ്പും മാറി മാറി യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും വെച്ച് നടത്താമെന്ന ഫിഫയുടെ മുൻ നിർദ്ദേശത്തെ അട്ടിമറിച്ചതിൽ പ്രതിഷേധിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഈ ലോകകപ്പ് മത്സരം ബഹിഷ്കരിച്ചു. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ബ്രസീൽ മാത്രമാണ് ആ ലോകകപ്പിൽ പങ്കെടുത്തത്. ആദ്യകാല ലോകകപ്പുകളിൽ ദേശീയത, രാഷ്ട്രീയ, പ്രത്യയശാസ്ത്ര താൽപ്പര്യങ്ങൾ എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ എടുത്തിരുന്നു. എന്നാൽ പിന്നീട് നമ്മുടെ എല്ലാം കാലത്തേക്ക് എത്തുമ്പോഴേക്കും എല്ലാ താൽപ്പര്യങ്ങളെയും വകഞ്ഞു മാറ്റി സാമ്പത്തിക താൽപ്പര്യങ്ങളും കുത്തകകളും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ബഹിഷ്കരണം പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. 1938 ലോകകപ്പിൽ ഫാസിസ്റ്റുകളുടെ കറുത്ത കുപ്പായം യൂണിഫോമായി സ്വീകരിച്ചാണ് ഇറ്റലി കളിക്കളത്തിലിറങ്ങിയത്. സെമിയിൽ ഏറെ പ്രതീക്ഷയുമായി വന്ന ബ്രസീലിനെ അവർ അട്ടിമറിച്ചു. ജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ ബ്രസീൽ അവരുടെ സൂപ്പർ താരവും ബൈസിക്കിൾ കിക്കിന്റെ ഉപജ്ഞാതാവുമായ ലിയനിഡാസ് ഡിസിൽവയ്ക്ക് വിശ്രമം നൽകിയാണ് കളിക്കളത്തിലിറങ്ങിയിരുന്നത്. പക്ഷേ ഇറ്റലിയോട് 2-1 തോറ്റ് ബ്രസീൽ പുറത്തായി. ലോകമഹായുദ്ധം കാരണം 1942-ലെയും 1946-ലെയും ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുകയുണ്ടായില്ല. ഈ സമയത്ത് ഇറ്റലിക്കാരനായ ഫിഫ വൈസ് പ്രസിഡന്റിന്റെ വീട്ടിലായിരുന്നു ലോകകപ്പ് ഫുട്ബോളിന്റെ ട്രോഫി സൂക്ഷിച്ചിരുന്നത്. ഏത് സമയവും എതിർ സൈന്യത്തിന്റെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന അദ്ദേഹം ഒരു ഷൂ ബോക്സിലാണ് ലോകകപ്പിന്റെ ട്രോഫി സൂക്ഷിച്ചിരുന്നത്. 1950-ലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത് ബ്രസീലിലായിരുന്നു. ഇതിനായി എക്കാലത്തെയും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം മറക്കാനയിൽ ബ്രസീൽ നിർമ്മിച്ചു. മുമ്പ് വേൾഡ് കപ്പ് എന്ന് മാത്രം വിളിച്ചിരുന്ന ട്രോഫിയെ 1950-ൽ യൂൾസ് റിമേ ട്രോഫി എന്ന് പുനർനാമകരണം ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് ഛിന്ന ഭിന്നമായിരുന്നു. പരാജയപ്പെട്ടവർ വില്ലന്മാരും വിജയികൾ ഹീറോകളുമായി വാഴ്ത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയെയും ജപ്പാനെയും ലോകകപ്പ് ഫുട്ബോളിന്റെ യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും വിലക്കി. ഇറ്റലിയും യഥാർത്ഥത്തിൽ ജർമ്മനിയുടെയും ജപ്പാന്റെയും കൂട്ടാളി തന്നെയായിരുന്നു. പക്ഷേ 1949-ൽ നടന്ന ഒരു വിമാന ദുരന്തത്തിൽ ഇറ്റാലിയൻ ടീമിലെ നിരവധി പ്രമുഖരായ കളിക്കാർ ദാരുണമായി കൊല്ലപ്പെട്ടു. അതിൻ്റെ ഒരു സഹതാപ വികാരത്തിൽ ഇറ്റലിയെ ലോകകപ്പിൽ മത്സരിക്കാൻ അനുവദിക്കുകയാണ് ചെയ്തത്. അതുപോലെ തങ്ങളാണ് ഫുട്ബോളിന്റെ അവസാന വാക്ക് എന്ന ധാരണയിൽ ഫിഫയുമായി അകൽച്ചയിലായിരുന്നു ഇംഗ്ലണ്ട്. അവർ ഫിഫയിൽ അംഗത്വം എടുക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാൽ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി പുതിയ ലോകക്രമത്തിൽ തങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയും ഫിഫയിൽ അംഗത്വം എടുക്കാൻ മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് 1950-ലെ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് ആദ്യമായി പങ്കെടുക്കാൻ തയ്യാറായത്. ആ ലോകകപ്പിൽ ഏഷ്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കേണ്ടിയിരുന്നത് ഇന്തോനേഷ്യയും ഫിലിപ്പൈൻസും ബർമയുമായിരുന്നു. പല കാരണങ്ങളാൽ അവർ മത്സരങ്ങളിൽ നിന്ന് പിന്മാറി. അപ്പോൾ ഇന്ത്യക്ക് അതിൽ പങ്കെടുക്കാനുള്ള സാധ്യത തെളിഞ്ഞു. എന്നാൽ ഇന്ത്യൻ കളിക്കാർക്ക് ബൂട്ടണിഞ്ഞ് കളിച്ച പരിചയമില്ല എന്ന പേരിലാണ് എന്ന് പറയപ്പെടുന്നു പ്രസ്തുത ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുത്തില്ല. റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിലാണ് ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അന്ന് നടന്നിരുന്നത് എന്നതിനാൽ ബ്രസീലും ഉറുഗ്വേയും തമ്മിലുള്ള അവസാന മത്സരത്തിൽ സമനില നേടിയാൽ തന്നെ ബ്രസീൽ ചാമ്പ്യന്മാരാകുമായിരുന്നു. അതിനാൽ ആതിഥേയരായ ബ്രസീൽ ജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം കാണികളാണ് ബ്രസീലിന്റെ വിജയം കാണാൻ വേണ്ടി മറക്കാനയിൽ തടിച്ചുകൂടിയത്. എന്നാൽ ബ്രസീലിന്റെ എല്ലാ പ്രതീക്ഷകളും തല്ലിത്തകർത്തുകൊണ്ട് ഉറുഗ്വേ ചാമ്പ്യന്മാരായി. ഉറുഗ്വേയുടെ വിജയത്തേക്കാൾ ബ്രസീലിനെ ഞെട്ടിച്ച പരാജയവും മരണവീട് പോലെ നിശബ്ദമായ മറക്കാന സ്റ്റേഡിയവുമാണ് പിന്നീട് വാർത്തയായത്. ബ്രസീലുകാർ ഇത്രത്തോളം ദുഃഖിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും വിജയത്തിനു വേണ്ടി ശ്രമിക്കുകയില്ലായിരുന്നു എന്ന് പിൽക്കാലത്ത് ഒരു ഉറുഗ്വേ താരം പറയുകയുണ്ടായി. 1954-ലെ മികച്ച ടീം എന്ന് പറയുന്നത് ഹംഗറിയായിരുന്നു. ലോകകപ്പിന് മുമ്പുള്ള 4 വർഷത്തിൽ ഒരൊറ്റ കളി പോലും ഹംഗറി പരാജയപ്പെട്ടിരുന്നില്ല. ഫ്രഞ്ച് പുഷ്കാസിന്റെ നേതൃത്വത്തിലുള്ള ഹംഗേറിയൻ ടീമിനെ മാജിക്കൽ മഗ്വാറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഒരു വൻ അട്ടിമറിയിലൂടെ ജർമ്മനി ഹംഗറിയെ പരാജയപ്പെടുത്തി. 2-0 പിന്നിൽ നിന്നിരുന്ന ജർമ്മനി 3 ഗോളടിച്ച് ആണ് പിന്നീട് ചാമ്പ്യന്മാരാകുന്നത്.
അക്ഷരാർത്ഥത്തിൽ ലോകം തരിച്ചു നിന്ന ഒരു സന്ദർഭമായിരുന്നു അത്. പലതവണ കിരീട സാധ്യതയുടെ തൊട്ടടുത്തെത്തിയ ബ്രസീൽ ആദ്യമായി ലോകകപ്പ് നേടിയത് 1958-ലായിരുന്നു. ആ ലോകകപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഫുട്ബോൾ ലോകം ഒരിക്കലും മറന്നിട്ടില്ലാത്ത ഒരു 17കാരൻ്റെ അരങ്ങേറ്റമായിരുന്നു. എഡിസൺ അരാൻഡസ് ഡോ നാസിമെൻറ്റോ എന്ന പെലെ. ഫൈനലിൽ 5-2 സ്വീഡനെ തോൽപ്പിച്ച് ബ്രസീൽ ചാമ്പ്യന്മാരായി. പ്രസ്തുത കളിയിൽ പെലെ നേടിയ മൂന്നാമത്തെ ഗോൾ ഫുട്ബോളിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗോളുകളിൽ ഒന്നായിരുന്നു. കളി നേരിൽ കണ്ട യൂറോപ്പിലെ കാണികൾ ചോദിച്ചത് ഇത് മറ്റേതോ ലോകത്ത് നടക്കുന്ന കളിയാണോ എന്നായിരുന്നു. ആ ലോകകപ്പിൽ കാണികളുടെ ഹൃദയം കവർന്ന മറ്റൊരു ടീം ഫ്രാൻസ് ആയിരുന്നു. ഗോളടിയന്ത്രം എന്ന് പിന്നീട് പ്രസിദ്ധനായ ജസ്റ്റ് ഫോണ്ടെയിൻ 13 ഗോളടിച്ച് എക്കാലത്തെയും വലിയ ടോപ്പ് സ്കോററായി മാറി. 1962 ലോകകപ്പ് ചിലിയിൽ വെച്ചാണ് നടന്നത്. ലോകകപ്പിനുള്ള ഒരുക്കങ്ങളുമായി ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഭീകരമായ ഒരു ഭൂകമ്പം ചിലിയെ പിടിച്ചുലച്ചത്. 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട വലിയൊരു ഭൂകമ്പമായിരുന്നു അത്. എങ്കിലും റെക്കോർഡ് വേഗത്തിൽ സ്റ്റേഡിയങ്ങൾ പുനർനിർമ്മിക്കാനും വലിയ കുഴപ്പമില്ലാതെ ടൂർണമെന്റ് സംഘടിപ്പിക്കുവാനും അവർക്ക് സാധിച്ചു. പരുക്കൻ കളിയും പ്രതിരോധ ഫുട്ബോളും കണ്ട ടൂർണമെന്റായിരുന്നു ചിലിയിലേത്. ചിലി ഇറ്റലി മത്സരത്തിൽ പന്തിനേക്കാൾ എതിരാളികളുടെ കാലിനെയാണ് രണ്ട് ടീമുകളും ലക്ഷ്യമിട്ടത്. സാന്റിയാഗോ യുദ്ധം എന്നറിയപ്പെടുന്ന ഈ മത്സരത്തിന് ശേഷം സ്റ്റേഡിയം വിട്ടുപോകാൻ ഇറ്റാലിയൻ ടീമിന് പോലീസിന്റെ സംരക്ഷണം ആവശ്യമായി വന്നു. ചിലി ലോകകപ്പിലാണ് ലോകകപ്പിലെ ഏക ഒളിമ്പിക് ഗോൾ പിറന്നത്. ഒളിമ്പിക് ഗോൾ എന്ന് പറഞ്ഞാൽ കോർണർ കിക്ക് നേരിട്ട് ഗോളാവുന്ന രീതിയാണ്. കൊളംബിയയുടെ മാർക്കോസ് സ്കോൾ USSRനെതിരെയാണ് ആ ഗോൾ നേടിയത്. 1966 ഇംഗ്ലണ്ടിൽ വെച്ചാണ് ലോകകപ്പ് ഫുട്ബോൾ നടന്നത്. ഫുട്ബോളിന് ജന്മം നൽകിയ നാട്ടിൽ ഏതാണ്ട് 100 വർഷത്തിന് ശേഷമാണ് ലോകകപ്പ് എത്തിയത്. പെലെയുടെ ബ്രസീലിനെ യുസേബിയയുടെ പോർച്ചുഗൽ തോൽപ്പിച്ചതായിരുന്നു ആ ലോകകപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം. അതേപോലെ വടക്കൻ കൊറിയയോട് തോറ്റ് ഇറ്റലി പുറത്തായത് ആ ലോകകപ്പ് കണ്ട ഏറ്റവും വലിയ അട്ടിമറിയായിരുന്നു. പോർച്ചുഗലിനെയും വടക്കൻ കൊറിയ ഞെട്ടിച്ചിരുന്നു. 3-0 വടക്കൻ കൊറിയ മുന്നിൽ എത്തി. എന്നാൽ യുസേബിയെ അടിച്ച 4 ഗോളടക്കം മൊത്തം 5 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് പോർച്ചുഗൽ മാനം രക്ഷിക്കുകയാണ് ഉണ്ടായത്. 1970 ലോകകപ്പ് മെക്സിക്കോയിലായിരുന്നു നടന്നത്. യൂറോപ്പിനും ലാറ്റിൻ അമേരിക്കക്കും പുറത്ത് നടന്ന ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ അതായിരുന്നു. അതേപോലെ കളർ TV-യിൽ ലോകം കണ്ട ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോളും അതായിരുന്നു. വാണിജ്യവൽക്കരണം ഫുട്ബോളിനെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയതും അതോടുകൂടിയായിരുന്നു. മെക്സിക്കോയിൽ വളരെ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു. പക്ഷേ യൂറോപ്പിൽ ജനങ്ങൾ TV കാണുന്ന സമയം അതിന് കൃത്യപ്പെടുത്തുന്നതിന് വേണ്ടി നട്ടുച്ച നേരത്തായിരുന്നു മെക്സിക്കോയിലെ പല ഫുട്ബോൾ മത്സരങ്ങളും നടത്തിയിരുന്നത്. പെലെയെ നമ്മൾ അവസാനമായി കണ്ട ആ ലോകകപ്പാണ് എക്കാലത്തെയും മികച്ച ലോകകപ്പ് ടൂർണമെന്റായി അറിയപ്പെടുന്നത്. ഫൈനലിൽ ബ്രസീൽ ഇറ്റലിക്കെതിരെ നേടിയ 4ാമത്തെ ഗോൾ വളരെ പ്രസിദ്ധമായിരുന്നു. ബ്രസീൽ ടീമിലെ 11 പേരിൽ 9 പേരും ഉൾപ്പെട്ട ഒരു നീക്കത്തിന്റെ ഒടുവിൽ ക്യാപ്റ്റൻ കാർലോസ് ആൽബർട്ടോ ഇറ്റാലിയൻ പോസ്റ്റിലേക്ക് ഒരു വെടിയുണ്ട കണക്കെ ബോൾ അടിച്ചു കയറ്റിയപ്പോൾ സ്റ്റേഡിയം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സംഘടിത ഗോളായിട്ടാണ് അത് അറിയപ്പെടുന്നത്. 3ാം തവണ കൂടി തുടർച്ചയായി ചാമ്പ്യന്മാരായതോടുകൂടി ബ്രസീൽ യുൾറിമേ ട്രോഫി സ്വന്തമാക്കുകയും ചെയ്തു. 1974 ലോകകപ്പ് ജർമ്മനിയിലായിരുന്നു നടന്നത്. ടോട്ടൽ ഫുട്ബോളിന്റെ മാന്ത്രികന്മാരായി അറിയപ്പെടുന്ന യോഹാൻ ക്രൈഫും ഫ്രാൻസ് ബെക്കൻബോവറും മുഖാമുഖം വന്ന ലോകകപ്പ് കൂടിയായിരുന്നു അത്. ഏത് കളിക്കാരനും ഏത് പൊസിഷനിലും കളിക്കും എന്ന് വന്നതോടുകൂടി ആരെയും അമ്പരപ്പിക്കുന്ന ആക്രമണ തന്ത്രങ്ങളാണ് രൂപപ്പെട്ടത്. പെലെ ഒഴിഞ്ഞ സിംഹാസനം ഇനി ആർക്ക് എന്ന ചോദ്യത്തിനുള്ള മത്സരത്തിനൊടുവിൽ ഫ്രാൻസ് ബെക്കൻബോവർക്ക് തന്നെയായിരുന്നു പുതിയ ട്രോഫി സ്വന്തമാക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. 1978 ലോകകപ്പ് നടന്നത് അർജന്റീനയിലായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി ഒത്തുകളി ആരോപണം വന്നത് പ്രസ്തുത ലോകകപ്പിലായിരുന്നു. ബ്രസീലിനെ മറികടന്ന് ആതിഥേയരായ അർജന്റീനക്ക് ഫൈനലിൽ എത്തണമെങ്കിൽ പെറുവിനെ 4 ഗോൾ വ്യത്യാസത്തിൽ തോൽപ്പിക്കണമായിരുന്നു.
തീർത്തും അസാധ്യമായ കാര്യമായിട്ടാണ് അത് കണ്ടിരുന്നത്. കാരണം പെറു അതിനു മുമ്പുള്ള എല്ലാ മത്സരങ്ങളിലും തകർപ്പൻ ഫോമിലാണ് എല്ലാ മത്സരങ്ങളും ജയിച്ചു വന്നത്. എന്നാൽ അർജന്റീനയുമായുള്ള മത്സരത്തിൽ പെറു 6-0 ദയനീയമായി തോറ്റു. പെറു ടീം അംഗങ്ങൾ വലിയ തുക കോഴ വാങ്ങിയതായി ആരോപണമുയർന്നു. അതേപോലെ 1982 ലോകകപ്പിലെ മികച്ച ടീമുകളിലൊന്നായിരുന്ന അൾജീരിയയെ പുറത്താക്കാൻ ഓസ്ട്രിയയും പശ്ചിമ ജർമ്മനിയും ഒത്തുകളിച്ചു. അൾജീരിയ നൽകിയ പരാതി ഫിഫ തിരസ്കരിച്ചു. പക്ഷേ ഫുട്ബോളിലെ കാതലായ ചില മാറ്റങ്ങൾ വരുത്താൻ അത് കാരണമായി. അതിനുശേഷമാണ് ആർക്കും മുൻധാരണ ലഭിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ഗ്രൂപ്പുകളിലെയും അവസാന മത്സരങ്ങൾ ഒരേ സമയം തന്നെ നടത്തണമെന്ന് ഫിഫ തീരുമാനിച്ചത്. എൻട്രി നൽകിയ മുഴുവൻ ടീമുകളെയും മത്സരിപ്പിക്കുമെന്ന് അറിയിച്ച പല ടീമുകളും പിന്മാറിയ ആദ്യ ലോകകപ്പിൽ നിന്ന് 2026 വടക്കേ അമേരിക്കയിൽ ലോകകപ്പ് എത്തുന്ന സമയത്ത് 206 രാജ്യങ്ങളാണ് ക്വാളിഫയിങ് മത്സരങ്ങൾ കളിച്ചത്. 3 വർഷം നീണ്ടുനിന്ന ഈ ക്വാളിഫയിങ് മത്സരങ്ങൾക്ക് ശേഷം 48 ടീമുകളെ സെലക്ട് ചെയ്ത് അവരാണ് 104 മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വികാരമായി മാറിയിരിക്കുന്നു ഫുട്ബോൾ. ബ്രസീലും അർജന്റീനയും ജയിക്കുമ്പോൾ തുള്ളിച്ചാടുന്നതും പരാജയപ്പെടുമ്പോൾ കണ്ണീർ വാർക്കുന്നതും റിയോ ഡി ജനീറോയിലെയോ ബ്യൂണസ് അയേഴ്സിലെയോ തെരുവുകൾ മാത്രമല്ല, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളം വരെ അതിൽ പങ്കാളികളാവുന്നു. അതിർത്തികൾ മായിച്ച് ദൂരങ്ങൾ കീഴടക്കി ജനമനസ്സുകളെ കോർത്തിണക്കുന്ന ഒരു വികാരമായി, ഒരു മഹാത്ഭുതമായി മാറിയിരിക്കുന്നു ഫുട്ബോൾ. നന്ദി.